അടുത്തൊരു റിപ്പോർട്ടിലേക്ക് പോയാൽ കടലിൽ പോകുന്ന കപ്പലുകളുടെ പ്രവർത്തനങ്ങളെ കരയിലിരുന്ന് പഠിച്ചാലോ? അതിനുള്ള ഇടമാണ് കൊച്ചി ദക്ഷിണ മേഖലാ നാവിക ആസ്ഥാനത്ത് സജ്ജമാക്കിയിട്ടുള്ള ഷിപ്പ് സിമുലേറ്റർ. പുതുതായി എത്തുന്ന നാവികർക്ക് കപ്പലിന്റെ പ്രവർത്തനങ്ങളും രീതികളും പഠിക്കാനാണ് നാവികസേന ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. കടലിൽ സഞ്ചരിക്കുന്ന ഒരു കപ്പൽ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്, അത് ഈ സിമുലേറ്ററിനുള്ളിൽ ഇരുന്നാൽ അനുഭവിക്കുവാൻ കഴിയും. നാവികസേന ആസ്ഥാനത്ത് നിന്ന് അബ്ദുൾ റഹീം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ ഉള്ളത് ഒരു കപ്പലിനുള്ളിലാണ്. പക്ഷേ ഇത് യഥാർത്ഥ കപ്പലല്ല. പുതുതായി ഈ കപ്പലോടിക്കാൻ പഠിക്കാനൊക്കെ ഉള്ള ആളുകൾക്ക് വേണ്ടി ദക്ഷിണ നാവികസേന ആസ്ഥാനത്ത് തയ്യാറാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇതിനകത്ത് നിന്നാൽ നമുക്ക് ഒരു കപ്പലിൽ നടുക്കടലിൽ യാത്ര ചെയ്യുന്ന ഒരു കപ്പൽ എങ്ങനെയാണോ അവർക്കത് ഫീൽ ചെയ്യുന്നത്, അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മളൊപ്പം ഡിഫൻസിൻ്റെ PRO അതുൽ പിള്ള ചേരുന്നുണ്ട്. അദ്ദേഹം കൂടുതൽ വിവരങ്ങൾ നൽകും. സർ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനവും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? ഇതിപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഇന്ന് ഷിപ്പ് ഹാൻഡ്ലിംഗ് സിമുലേറ്റർ എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഇന്ത്യൻ നേവിയുടെ സെയിലേഴ്സിനെ ഓഫീസേഴ്സിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. അതല്ലാതെ നമ്മുടെ ഫ്രണ്ട്ലി ഫോറിൻ കൺട്രീസിലെ ഓഫീസേഴ്സും സെയിലേഴ്സും നമ്മുടെ കൂടെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കടലിൽ ഒരു ഷിപ്പ് പോകുമ്പോൾ ആ ഷിപ്പിൽ എങ്ങനെ തന്നെ ആ ഷിപ്പിനെ ഓപ്പറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ സേഫ്ലി നാവിഗേറ്റ് ചെയ്തിട്ട് ഫ്രം ഒരു പ്ലേസിൽ നിന്ന് വേറെ പ്ലേസ് ബിയിലോട്ട് എങ്ങനെ പോകേണ്ടത് അത് ട്രെയിൻ ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ ഷിപ്പിൽ ഒരു നേവിയുടെ ഷിപ്പിലുള്ള എല്ലാ സംവിധാനവും ഇതിനകത്തുണ്ട്. ആ എൻജിൻസും റഡാർസും എല്ലാം ഉണ്ട്. പിന്നെ ഈ ഷിപ്പിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. എയർക്രാഫ്റ്റ് കാരിയർ തൊട്ട് ഇന്ത്യൻ നേവിയുടെ അടുത്ത് ഇന്ന് ഏതൊക്കെ ഷിപ്പുണ്ട്, വേറെ ക്ലാസ് ഓഫ് ഫ്രിഗേറ്റ്സ് റെസ്റ്റോറൻറ്റ്, അതുപോലെ ഇന്ന് കൺവേർട്ട് ചെയ്യാം. അതുപോലെ ഒരു ഗ്രൂപ്പ് ഓഫ് ഷിപ്പായിട്ട് നമുക്ക് ഇന്ന് പോകാം. അതുപോലെ ക്ലൈമറ്റ്, വെളിയിലത്തെ ക്ലൈമറ്റ്, സീ സ്റ്റേറ്റ് എല്ലാം നമുക്ക് ഇതിനകത്ത് ചേഞ്ച് ചെയ്യാം. സോ ദാറ്റ് ആ ട്രെയിൻ ഇവിടെ വരുമ്പം ആ നടുക്കടലിൽ വെച്ച് ആ പുള്ളിക്കാരനെ എൻകൗണ്ടർ ചെയ്യുന്ന എല്ലാ റിയൽ ടൈം ഇത് നമുക്കിവിടെ സിമുലേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ട്രെയിനിയെ കടലിൽ കൊണ്ടുപോയി ട്രെയിൻ ചെയ്യുന്നതിനെക്കാട്ടിലും മാൻ എഫേർട്സ് ഒക്കെ കുറഞ്ഞിട്ട് അവന് 365 ഡേയ്സ് ഈ സിമുലേറ്റർ അവൈലബിളാണ്. ഇത് ഇൻഡിജിനസ് സിമുലേറ്ററാണ്. ഇന്ത്യയിലെ ഒരു കമ്പനി നിർമ്മിച്ച സിമുലേറ്ററാണ്. അതുപോലെ ഇതുപോലെ സിമുലേറ്റർ ഇപ്പോൾ കുറേ കൺട്രീസ് ഇവിടെ ഒന്ന് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവരവിടെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് മറ്റ് സൗഹൃദ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ കൂടി ഇവിടെ എത്തി ഇത് പരിശീലിക്കുന്നുണ്ട് അല്ലേ? അതെ, അവർ ഒരു വട്ടം വന്ന് കണ്ട് അവർ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്കൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ട്. എല്ലാ വർഷവും ട്രെയിനീസ് ഇവിടെ വന്ന് ട്രെയിൻ ചെയ്തിട്ട് ഇങ്ങനെ ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ. അതായത് പുതുതായി കപ്പലൊക്കെ ഓടിക്കാൻ പഠിക്കുന്ന ആളുകൾക്ക് അത് കൃത്യമായി തന്നെ പഠിക്കാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഇത് ഒരുക്കിയിട്ടുണ്ട്. കപ്പലിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, തൊട്ടടുത്തുള്ള ഷിപ്പുകൾ പോകുന്നത് എങ്ങനെയാണ്, അതിൻ്റെ എത്ര ദൂരമുണ്ട് എന്നുൾപ്പെടെയുള്ള, അതായത് ഒരു ഷിപ്പ് ഏത് രീതിയിലാണോ പ്രവർത്തിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങളും ഒരുക്കിയിട്ടുള്ളത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ അക്ഷയ് VS-നൊപ്പം അബ്ദുൾ റഹീം, ന്യൂസ് മലയാളം.